ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി പ്ലാന്റ്സിനെ കുറിച്ചാട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. ഇതെൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇവിടെ ഒരു മതിലിൻ്റെ മുകളിൽ പറ്റി പിടിച്ച് കിടക്കുന്ന ഒരു പ്ലാന്റായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാനത് കുറച്ച് ദിവസം മുന്നേ വന്ന് പിറ്റേന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പ്ലാന്റിനെ എടുത്തിട്ട് ഞാനൊരു പുതിയ പോട്ടൊന്നുമില്ല കേട്ടോ, പുതിയ ചട്ടിയൊന്നുമില്ല. അപ്പോൾ ചട്ടിയൊന്നുമില്ലായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ചട്ടി, ഒരു പഴയ ചട്ടി ഞാൻ കഴുകി നന്നാക്കി എടുത്തിട്ട് കുറച്ച് പൊട്ടി മിക്സ് ഒക്കെ നിറച്ചിട്ട് ഞാൻ ഈ പ്ലാന്റിനെ ഇതിലേക്ക് മാറ്റി കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് മോൺസ്റ്ററ ഡിലൂസിയേഴ്സ. അതാണ് ഇതിൻ്റെ പേര്. മോൺസ്റ്ററ പ്ലാന്റ്സിൻ്റെ വേറൊരു മോൺസ്റ്ററ അഡൾസോണി എന്നിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. നമുക്കറിയാം ലീഫിനിങ്ങനെ ഓൾസ് ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കെയറിങ് ഒക്കെ. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോടല്ല, ഞാൻ പറഞ്ഞ പോലെ ഞാൻ എറണാകുളത്താണുള്ളത്. അപ്പോൾ ഈ ഒരു ചെടീൻ്റെ ഭംഗിയാണ് നമുക്ക് ഇതിനെ എല്ലാവരും നമ്മൾ ഇൻഡോർ പ്ലാന്റായിട്ട് സെലക്ട് ചെയ്യുന്നത് അല്ലേ. ഇതൊരു സ്ലോ ഗ്രോത്തുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. സ്ലോ ഗ്രോത്താണ്. പെട്ടെന്നൊന്നും ഈ ഒരു ചെടി പെട്ടെന്നൊന്നും നമുക്ക് പിടിച്ച് കിട്ടില്ല. ഒരു ഇല വന്നിട്ടുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞിട്ടാണ് ഒരു ഇല വരിക കേട്ടോ. കുറച്ചൊരു താമസമുള്ള ഒരു 2 വർഷമൊക്കെ ആകുമ്പോഴേക്കാണ് ഇത് കുറച്ചൊന്ന് ഗ്രോത്തായിട്ടൊക്കെ ഒരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറ്റി പിടിക്കുന്ന ഒരു ചെടിയായി മാറുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത കണ്ടില്ലേ. ഈ ലീഫിന് ഇങ്ങനെ വന്നിട്ട് അതിനൊക്കെ നമ്മളിങ്ങനെ മുറിച്ച് മാറ്റി കട്ട് ചെയ്ത പോലെ തോന്നിക്കുന്ന ഒരു ലീഫാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. പിന്നെ അത് നന്നായിട്ട് ക്രീപ്പിംഗ് ചെടിയും കൂടിയാണ്, പറ്റി പിടിക്കുന്ന ചെടിയാണ് കേട്ടോ. നമ്മളൊരു മതിലെടുത്ത് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനൊരു സപ്പോർട്ടായിട്ട് നമ്മൾ ചട്ടിയിൽ തന്നെ ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൽ നട്ടുന്നുള്ളൂ. ഇനി ഇതിന് പിന്നെ നല്ല രീതിയിൽ വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് നല്ലൊരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് സപ്പോർട്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനും പറ്റും കേട്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു മോൺസ്റ്ററ ഡിലീഷ്യസ് എന്നുള്ള പ്ലാന്റിൻ്റെ കെയറിങ്ങും അതിൻ്റെ പോട്ടി മിക്സാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്കറിയാം നല്ല റേറ്റുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് നല്ല റേറ്റുള്ളൊരു പ്ലാന്റായിരുന്നു. പിന്നെ അപ്പോൾ ഇപ്പം കുറച്ച് റേറ്റ് കുറഞ്ഞിരിക്കുന്നത്. കൊറോണ സമയത്തൊക്കെ അതിന് നല്ല റേറ്റാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചെടി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടിയായിരുന്നു. എൻ്റെ കൈവശം ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ കുട്ടിക്കാലം മുതലേ ചെടി വളർത്തുന്ന ഒരാളായിട്ട് ഈ ഒരു ചെടി ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു ചെടി ഞാൻ കണ്ടതും. അപ്പോൾ നമുക്ക് ചെടി ഇഷ്ടമുള്ളവർ എവിടെ കണ്ടാലും ചെടി, ഇപ്പോൾ പറമ്പിലൊക്കെ കണ്ടാലും അല്ലെങ്കിൽ തനിയെ ആരും നോക്കാതെ കിടക്കുന്ന ചെടിയൊക്കെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ ഒന്ന് എടുത്ത് ചെടിക്ക് ഇഷ്ടമുള്ളവർ അതിനെ വളർത്താൻ ശ്രമിക്കും. അതുപോലെ ഞാൻ ഈ ഒരു പ്ലാന്റിനെ ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ദിവസമായി ഇങ്ങനെ നട്ട് കൊടുത്തിട്ട് ഞാനിത് ഒരു ഇൻഡോർ പ്ലാന്റായിട്ടാണ് കേട്ടോ വളർത്തുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ചും ഇങ്ങോട്ട് നീക്കി വെച്ചാണ് ഒരു ഇൻഡോർ പ്ലാന്റായിട്ടാണ് ഞാനിത് വളർത്തുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെടി കണ്ടില്ലേ, ഇത് മോൺസ്റ്ററ ഡിലൂഷ്യസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഞാനിത് വളർത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിന് പകരക്കാരനായിട്ടുള്ള ഒരു ചെടി ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു പകരക്കാരൻ എന്ന് പറയുമ്പോൾ അതുപോലെ തോന്നിക്കുന്ന ഒരു ചെടി ഉണ്ട്. ഇനി അതാണെന്ന് അറിയില്ല. എന്തായാലും ഞാനിത് മോൺസ്റ്ററ ഡിലൂഷ്യസ് പ്ലാന്റ് ആയിട്ടാണ് ഞാനിതിനെ, അല്ലെങ്കിലും ഏത് ചെടി നമ്മൾ പരിപാലിക്കും അങ്ങനെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിന് കൊടുത്തിട്ടുള്ള പോട്ടി മിക്സ് എന്ന് പറയുന്നത്, ശരിക്കും നമ്മളിതിന് കൊടുക്കേണ്ട പോട്ടി മിക്സ് ചാണകപ്പൊടി, മണ്ണ്, മണൽ, ചകിരിച്ചോറ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മളിതിന് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചട്ടിയിൽ നടുവിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റിക്ക്, അതായത് ഇത് പറ്റി പിടിക്കാനുള്ള ഒരു സ്റ്റിക്ക് വെച്ചതിന് ശേഷം നമ്മൾ ചുറ്റുപാടും മണ്ണിട്ടിട്ടാണ് നമ്മൾ സ്റ്റിക്കോട് ബന്ധിച്ചിട്ടാണ് ഇത് നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഇതിലിപ്പോൾ 2 സ്റ്റെമ്മ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ആ മതിലിൽ ഉള്ള സമയത്തുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ആയി ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ കൊടുക്കേണ്ട പോട്ടി മിക്സ് മണ്ണ്, മണൽ, ചാണകപ്പൊടി, ചകിരിച്ചോറ്, ഇത് 4 കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ഇവിടുന്ന് ഇതിൽ ചെയ്തത് മണ്ണും മാത്രം കേട്ടോ. അതായത് ചാണകപ്പൊടിയൊന്നും ഞാൻ എൻ്റെ വീട്ടിലായിപ്പോയി ഇവിടെ ഇല്ല.
അപ്പോൾ ഞാൻ അങ്ങനെയാണ് നട്ടത്. അപ്പോൾ ഇതെന്തായാലും വലിയൊരു പോട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് ചാണകപ്പൊടി ചകിരിച്ചോറൊക്കെ ഒന്നായിട്ട് കൂട്ടി കലർത്തിയിട്ട് നമ്മൾ പോട്ടി മിക്സ് ശരിയാക്കിയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ആണെങ്കിൽ ഇതൊരു ഒരുപാട് സൺലൈറ്റ് ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ്. ഇതിന് കുറച്ചൊരു ബ്രൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് മതി കേട്ടോ. അതായത് ഇതിന് വെളിച്ചം കിട്ടുകയും വേണം, പക്ഷേ നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്നു. ചെടിക്ക് വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു 10 ദിവസമൊക്കെ ആയി ഞാൻ വന്നിട്ട് എറണാകുളത്ത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ചെടികളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അതുപോലെ അവിടുത്തെ പോലെ തന്നെ ഒരു പൂന്തോട്ടമാക്കണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം. ഇപ്പം തന്നെ ഞാനൊരു 17-18 ചെടിയോളം ഞാനിവിടെ നട്ട് പിടിപ്പിച്ചു. എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ, കണ്ടില്ലേ, എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ആർട്ട് ഷേപ്പിലാണ്, കണ്ടില്ലേ. ഇതിൻ്റെ ഫസ്റ്റിൽ വരുന്ന ഈ ഒരു ഇല എങ്ങനെ ആയിരിക്കും കേട്ടോ. ആദ്യം ഇങ്ങനെയുള്ള ഇല വരില്ല, ഇങ്ങനെയുള്ള ലീഫായിരിക്കും വരിക കേട്ടോ. അതിന് ശേഷമാണ് ഇതിലിങ്ങനെ ഉള്ള കട്ടിങ്സ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ശരിക്കും മോൺസ്റ്ററ ഡിലീഷ്യസ് എന്നുള്ള പ്ലാന്റിന് ഈ ഒരു സ്ഥലത്ത്, അതായത് ഈ ഒരു സ്ഥലത്തും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഓൾസായിട്ട് ഇങ്ങനെ വരണം. പക്ഷേ അത് ഇതിൽ വന്നിട്ടില്ല, വരുമെന്ന് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് റാഫിഡോ ഫോറ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പേര് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോഴും വിചാരിക്കുന്നത് മോൺസ്റ്ററ ഡിലീഷ്യസ് എന്നുള്ള പ്ലാന്റ് ആണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലും എനിക്ക് ഈ ഒരു പ്ലാന്റ് ഇഷ്ടമാണ്. അതിൽ തന്നെ മോൺസ്റ്ററ അഡോൾസോണി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്, അതും ഇതിനെക്കാട്ടും ഒത്തിരി ഭംഗിയാട്ടോ. ഇതും ഭംഗിയുണ്ട്, അതും ഭംഗിയാണ്. ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് വെയിൽ ഇഷ്ടമല്ല, പിന്നെ അതിന് നല്ല ഹ്യൂമിഡിറ്റി ഇഷ്ടമുള്ളൊരു പ്ലാന്റും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലൊക്കെ വെച്ചിട്ട് ഇൻഡോറിലൊക്കെ വെച്ചിട്ട് നന്നാക്കി വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഏരിയൽ റൂട്ട്സ് ഉള്ള ഒരു പ്ലാന്റും കൂടിയാണ്. ഇതിൻ്റെ നമുക്കിങ്ങനെ നമുക്ക് മണി പ്ലാന്റ് പോലെയൊക്കെ തന്നെ അതിന് വേരിൻ്റെ തണ്ടിൻ്റെ മുകളിൽ തന്നെ വേര് കാണുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ. അതാണ് ഇതൊരു പറ്റിപ്പിടിക്കുന്ന ചെടി എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അതായത് ഇതിന് വെയിലിഷ്ടമില്ലാത്ത ചെടിയാണ്, ഒരുപാട് പിന്നെ നല്ലൊരു ഈർപ്പം, അതായത് ഹ്യൂമിഡിറ്റി തണുപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കെയറിങ്, അപ്പോൾ ഇത് നന്നായിട്ട് വലിയ ചട്ടിയിലേക്കൊക്കെ മാറ്റിയിട്ട് സ്റ്റിക്കൊക്കെ വെച്ചതിൻ്റെ ശേഷം ഞാനൊരു വീഡിയോയും കൂടി ചെയ്യുന്നതായിരിക്കും. ഒരു 2-3 മാസം കഴിഞ്ഞിട്ടപ്പോൾ 2-3 അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടി നന്നായിട്ട് വലുതായി വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ പ്ലാന്റ് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ പേര് തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കണ്ടില്ലേ, ഇതിൻ്റെ ലീഫൊക്കെ എങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.